महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ദിവ്യാസ്ത്രങ്ങൾ തേടിപ്പോയ അർജുനന് എല്ലാ ഭൂതങ്ങളും വഴിമാറിക്കൊടുത്തു എന്ന് പറയുന്നു. ഇന്ദ്രനെ കാണുവാനുള്ള ആസക്തിയോടെ പോകുന്ന പരാക്രമിയായ ആ മഹാബലന് തടസ്സമൊന്നും ഉണ്ടായില്ല. യോഗബലത്താൽ മനോജവത്തോടെ പോകുന്ന ആ മഹാപുരുഷൻ തപോധനന്മാർ വാഴുന്ന പല പർവ്വതങ്ങളും കടന്ന് ദിവ്യവും പുണ്യവുമായ ഹിമവാനിൽ ഒരു ദിവസം കൊണ്ട് എത്തിച്ചേർന്നു. പിന്നെ ഹിമവാനും ഗന്ധമാദന പർവ്വതവും കടന്ന് അർജുനൻ പല രാപ്പകൽ കൊണ്ട് ഒട്ടും ക്ഷീണം കൂടാതെ ഒരുപാട് കിടങ്ങുകളും കുന്നുകളും ഒക്കെ കടന്ന് ഇന്ദ്രകീലത്തിൽ എത്തി. അവിടെ നിന്ന് ഉടനെ ആകാശത്തിൽ നിന്ന് അവിടെ നിൽക്കുക എന്നൊരു വാക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് അർജുനൻ ചുറ്റും തിരിഞ്ഞു നോക്കി. അപ്പോൾ ശ്രീ കൊണ്ട് ശോഭിക്കുന്നവനും അതേസമയം മഞ്ഞളിച്ച ജഡ ധരിച്ചവനും മെലിഞ്ഞ ഒരു കൃഷഗാത്രനായ ഒരു തപസ്വി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് അർജുനൻ കണ്ടു. അപ്പോൾ ആ തപസ്വി അർജുനനോട് ചോദിച്ചു, നീ ആരാണ്? വില്ല്, ശരം, വാൾ, ചട്ട, പടച്ചട്ട ഇവ ധരിച്ചിരിക്കുന്ന നീ ഒരു ക്ഷത്രിയനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയുധം കൊണ്ട് ഇവിടെ നിനക്ക് എന്താണ് കാര്യം? ക്രോധഹർഷങ്ങൾ വെടിഞ്ഞ ശാന്തന്മാരും തപസ്വികളുമായ ബ്രാഹ്മണരുടെ വാസസ്ഥാനമാണിത്. വില്ലുകൊണ്ട് ഇവിടെ കാര്യമൊന്നും ഇല്ല. ഇവിടെ യുദ്ധമൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഈ വില്ല് താഴെ വെക്കൂ. ഓജസ്സുകൊണ്ടും തേജസ്സുകൊണ്ടും നീ അന്യർക്ക് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത പരമമായ പദത്തെ ഇപ്പോൾ തന്നെ പ്രാപിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്തിനാണ് ഈ ആയുധമെല്ലാം? എന്നാൽ ഇപ്രകാരം ആ താപസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ആ മഹർഷിക്ക് അർജുനന്റെ മനസ്സിളക്കുവാൻ സാധിച്ചില്ല. അർജുനൻ ആ വില്ലുപേക്ഷിച്ചില്ല. അത് കണ്ട് ആ താപസൻ സംപ്രീതനായി പുഞ്ചിരിയോടെ അർജുനനെ ആശീർവദിക്കുകയും താൻ ഇന്ദ്രനാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തു വരം ആവശ്യമുണ്ടെങ്കിലും അത് തരുന്നതാണെന്ന് പറയുകയും ചെയ്തു. ഉടനെ അർജുനൻ ഇന്ദ്രനെ നമസ്കരിച്ച് തനിക്ക് അങ്ങേക്കറിയാവുന്ന എല്ലാ ദിവ്യാസ്ത്രങ്ങളും നൽകണമെന്നും അതാണ് തനിക്ക് വേണ്ടുന്ന വരം എന്നും അതിനുള്ള ആഗ്രഹത്തോടെയാണ് താൻ ഇങ്ങോട്ട് പുറപ്പെട്ടതെന്നും പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എടോ അർജുന, നീ ഇപ്പോൾ പരമമായ ഗതിയെ പ്രാപിച്ചുവല്ലോ. ഇവിടെ എത്തിയ നിനക്ക് ഇനി എന്തിനാണ് അസ്ത്രങ്ങൾ? സർവകാമങ്ങളും നേടാവുന്ന പുണ്യലോകങ്ങളെയല്ലേ ഇനി നീ വരിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിന്റെ അടുത്തെത്തി നീ. ഇനി നിനക്ക് എന്തിനാണ് ആയുധങ്ങളും മറ്റു കാര്യങ്ങളും? അപ്പോൾ അർജുനൻ പറഞ്ഞു, കാമം കൊണ്ടോ ലോഭം കൊണ്ടോ എന്റെ മനസ്സ് ചലിക്കുന്നതല്ല. എന്റെ സ്വന്തം സുഖത്തെയോ ദേവത്വത്തെയോ, കാരണം അർജുനന് ദേവത്വം ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നുമല്ല വേണ്ടത്. ദിവ്യമായ ഐശ്വര്യങ്ങൾ മുഴുവൻ കിട്ടിയാലും എന്റെ സഹോദരന്മാരെ ഞാൻ കാട്ടിൽ ഉപേക്ഷിക്കുകയോ പക വീട്ടാതിരിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്താൽ ലോകത്തിലൊക്കെ ദുഷ്കീർത്തി എനിക്കുണ്ടാകും. ആ ദുഷ്കീർത്തി എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്തിനാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം, അല്ലാതെ ദേവപദവിയോ ഐശ്വര്യങ്ങളോ ഒന്നുമല്ല. ഇങ്ങനെ അർജുനൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അർജുനനോട് പറയുകയാണ്, മുക്കണ്ണനും ശൂലധാരിയുമായ മഹാദേവനെ നീ എന്ന് കാണുന്നുവോ അന്ന് സർവദിവ്യാസ്ത്രങ്ങളും ഞാൻ നിനക്ക് തരാം. നീ ഇനി മുതൽ ആ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ പ്രയത്നിച്ചു കൊള്ളുക. ശിവനെ ദർശിച്ചാൽ നീ സിദ്ധനായി സ്വർഗത്തിൽ വാഴുന്നതാണ്. ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട്
ഇന്ദ്രൻ അവിടെ നിന്ന് അപ്പോൾ തന്നെ അപ്രത്യക്ഷനായി. അങ്ങനെ അർജുനൻ അവിടെ തന്നെ നിന്ന് തപസ്സിന് ഒരുങ്ങുകയാണ്. ഇനി അർജുനൻ ചെയ്ത ആ ഘോര തപസ്സിനെ കുറിച്ച് പറയുന്നു. ആ ഉഗ്ര തപസ്വി മരത്തോലുടുത്ത് ദണ്ടും മാൻതോലും ധരിച്ച് പഴുത്തു കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് ഉഗ്രമായ തപസ്സിൽ ഏർപ്പെട്ടു. 3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം പഴം ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ 1 മാസം കഴിഞ്ഞു. അടുത്ത മാസത്തിൽ 6 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമായി പഴങ്ങൾ കഴിക്കുന്നത്. 3-ാം മാസത്തിൽ പിന്നീട് പക്ഷം തോറും, അതായത് 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രമായി ആഹാരം. പിന്നീട് അർജുനൻ വായു മാത്രം ഭക്ഷിച്ചു. അങ്ങനെ നാളുകളും മാസങ്ങളും കഴിഞ്ഞു. കാൽ വിരലൂന്നി കൈകൾ ഉയർത്തി ഒന്നിന്മേലും തൊടാതെ ഏകാഗ്രചിത്തനായി നിന്നു. അപ്പോൾ ആ മഹാത്മാവിന്റെ അർജുനന്റെ ജട മിന്നലോടുകൂടിയ കാർമേഘം പോലെ ശോഭിച്ചു. അർജുനന്റെ ഈ ഉഗ്ര തപസ് കണ്ട് അതിനെപ്പറ്റി അറിയിക്കുവാൻ ഋഷിമാർ മഹാദേവന്റെ അടുത്ത് ചെന്നു. അങ്ങനെ മഹർഷിമാർ പറഞ്ഞു, മഹാ തേജസ്വിയായ അർജുനൻ ഹിമവാനിൽ നിന്ന് ദിക്കു മുഴുവൻ പുകയുമാറ് ഉഗ്രമായ തപസ് ചെയ്യുന്നു. അവന്റെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളെയൊക്കെ അവന്റെ തപസ് തപിപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങ് അവന്റെ തപസ്സിനെ തടഞ്ഞാലും. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ ആരും അർജുനനെ ആലോചിച്ച് വിഷമിക്കേണ്ട, നിങ്ങൾ പൊയ്ക്കൊള്ളുക. എന്താണ് അവന്റെ സങ്കല്പമെന്ന് എനിക്കറിയാം. അവൻ സ്വർഗത്തെയോ ഐശ്വര്യത്തെയോ ആയുസ്സിനെയോ ആഗ്രഹിച്ചല്ല തപസ് ചെയ്യുന്നത്. അവന്റെ ആഗ്രഹമൊക്കെ ഇന്ന് തന്നെ ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ മഹാദേവന്റെ വാക്ക് കേട്ട് ഋഷിമാർ സന്തോഷത്തോടെ തിരിച്ചുപോയി. അങ്ങനെ മഹാദേവൻ ഒരു കിരാതമൂർത്തിയായിട്ട് കിരാതന്റെ വേഷത്തിൽ അർജുനനെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. നല്ല വില്ലും സർപ്പോഗ്രമായ ബാണങ്ങളും എടുത്ത് ശരീരമെടുത്ത ഒരു അഗ്നി പോലെയാണ് മഹാദേവൻ. അങ്ങനെ കത്തിജ്വലിക്കുന്ന കാന്തിയാണ് ആ കിരാത വേഷത്തിലും ഭഗവാനിൽ നിന്ന് ജ്വലിക്കുന്നത്. അതുപോലെ പാർവതീദേവി കിരാത സ്ത്രീയുടെ വേഷത്തിൽ ഭർത്താവിനെ അനുഗമിച്ചു. നാനാവേഷധരന്മാരായ ഭൂതങ്ങളോടും കിരാത വേഷധാരിണികളായ ആയിരക്കണക്കിന് സ്ത്രീകളോടും കൂടി പാർവതിയോടുകൂടി മഹാദേവൻ അർജുനൻ തപസ് ചെയ്യുന്ന ആ കാട്ടിലെത്തി. ഉടനെ തന്നെ ആ കാട് സർവത്ര നിശബ്ദമായി. പക്ഷികളുടെ നാദം നിലച്ചു. പിന്നീട് ഒരു വല്ലാത്തൊരു നിശബ്ദത, ഘോര നിശബ്ദത എന്ന് പറയുന്നത് പോലെയൊരു നിശബ്ദതയാണ്. അതേസമയം അർജുനൻ നിൽക്കുന്നിടത്തേക്ക് ചെന്നപ്പോൾ അവിടെ അത്ഭുത രൂപം പൂണ്ടു നിൽക്കുന്ന മൂകൻ എന്നു പേരായ ഒരു അസുരനെ കണ്ടു. അവൻ പന്നിയുടെ വേഷത്തിൽ അർജുനനെ കൊല്ലുവാൻ എത്തിയിരിക്കുകയാണ്. തക്കം നോക്കി തന്നെ ആക്രമിക്കുവാൻ നിൽക്കുന്ന ആ പന്നിയെ അർജുനൻ കണ്ടു. ഉടനെ തന്നെ അർജുനൻ ഗാണ്ഡീവവും സർപ്പതുല്യമായ ബാണവും എടുത്ത് വില്ലുപൂട്ടി ചെറു ഞാണുലിയിട്ടുകൊണ്ട് പറഞ്ഞു, ഒരു കുറ്റവും ചെയ്യാതെ ഇവിടെ സ്വൈരമായി നിൽക്കുന്ന എന്നെ നീ കൊല്ലുവാൻ വിചാരിച്ചതുകൊണ്ട് എന്നെ കൊല്ലുന്നതിന് മുൻപേ ഞാൻ നിന്നെ യമപുരിക്ക് അയച്ചേക്കാം. ഇങ്ങനെ പറഞ്ഞ് അമ്പെയ്യാൻ തുടങ്ങിയപ്പോൾ കിരാതമൂർത്തിയായ മഹാദേവൻ അവിടെ വന്ന് അർജുനനെ തടസ്സപ്പെടുത്തി. അങ്ങനെ കിരാത രൂപത്തിലുള്ള മഹാദേവൻ പറയുകയാണ്, ഈ ഇന്ദ്രകീല സമപ്രഭനായ ഇവനിൽ ആദ്യമായി ഞാനാണ് ഉന്നം വെച്ചത്. അതായത് ഈ പന്നിയെ കൊല്ലാൻ ഞാനാണ് ഉന്നം വെച്ചത്, അതുകൊണ്ട് നീ അമ്പെയ്യരുത്. എന്നാൽ കിരാതൻ പറഞ്ഞതിനെ വിലവയ്ക്കാതെ അർജുനൻ അപ്പോൾ തന്നെ അമ്പെയ്തു. ഒപ്പം കിരാതനും ഇടുത്തി പോലെ ഒരു ശരം പ്രയോഗിച്ചു. അവർ എയ്ത 2 ശരങ്ങളും ഒപ്പം ഈ പന്നിയുടെ മേൽ പതിച്ചു. മല പോലെ ഉറപ്പുള്ള ഭീമാകാരനായ ആ മൂകന്റെ ശരീരത്തിൽ 2ഉം ഒപ്പം പതിച്ചപ്പോൾ പർവ്വതത്തിൽ ഇടുത്തിയും വജ്രവും ഒപ്പം പതിച്ചാൽ എങ്ങനെ എന്നതുപോലെയുള്ള ഘോരമായ ശബ്ദം മുഴങ്ങി. അങ്ങനെ സർപ്പതുല്യങ്ങളായ ദീപ്തബാണങ്ങൾ ദേഹത്തിൽ തുളഞ്ഞു കയറി. ഉടനെ തന്നെ ആ മൂകാസുരൻ തന്റെ വരാഹരൂപം വെടിഞ്ഞ് ഭയങ്കരമായ രാക്ഷസ രൂപമെടുത്ത് അവിടെ ചത്തുവീണു. അതേസമയം അർജുനൻ കിരാതവേഷനായി സ്ത്രീകളോടുകൂടെ നിൽക്കുന്ന ആ പുരുഷനോട് മഹാദേവനാണെന്ന് അറിയാതെ മന്ദസ്മിതത്തോടെ ചോദിച്ചു,
ഈ ശൂന്യമായ കാട്ടിൽ സ്ത്രീകളോടുകൂടെ സഞ്ചരിക്കുന്ന ഭവാൻ ആരാണ്? ഈ ഘോര കാനനത്തിൽ സഞ്ചരിക്കുവാൻ ഭവാൻ ഒരു ഭയവും ഇല്ലേ? ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ അതിനിടയിൽ കയറി ആ പന്നിയെ അങ്ങ് അമ്പെയ്തത് ശരിയാണോ? ഇവിടെ വന്ന ഈ രാക്ഷസനോട് ആദ്യം എതിർത്തത് ഞാനല്ലേ? അത് കണ്ടിട്ടും മൃഗയാധർമ്മം പാലിക്കാത്ത ഭവാൻ അത്യാഗ്രഹം കൊണ്ടോ എന്നോടുള്ള നിന്ദ കൊണ്ടോ ഇവിടെ ഈ ചെയ്ത കൃത്യം എനിക്ക് പൊറുക്കുവാൻ സാധിക്കില്ല. നായാട്ടിന് ചേർന്ന ധർമ്മമല്ല നീ ചെയ്തത്. അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി വിട്ടയക്കുകയില്ല. ഹേ കാട്ടാള, ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നുകളയും. അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ കിരാതൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അർജുനനോട് പറഞ്ഞു, ഹേ വീര, ഈ കാട്ടിൽ ഞാൻ കാരണം നീ ഭയപ്പെടേണ്ട. പാർക്കുവാൻ ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ഇത്. അങ്ങെന്തിനാണ് ഇവിടെ ഇത്ര വിഷമിച്ച് പാർക്കുന്നത്? അങ്ങൊരു ക്ഷത്രിയനല്ലേ, ഇത് അങ്ങേക്കുള്ള സ്ഥലമല്ലല്ലോ. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഗാണ്ഡീവവും അഗ്നിതുല്യമായ ശരങ്ങളുമേന്തി ഞാൻ ഈ മഹാരണ്യത്തിൽ രണ്ടാം സുബ്രഹ്മണ്യൻ എന്നതുപോലെ, അതായത് ദേവസേനാനിയായ സുബ്രഹ്മണ്യനെ പോലെ ഞാൻ ഇവിടെ പാർത്തു വരുന്നു. മൃഗരൂപം ധരിച്ച ഈ ഘോര രാക്ഷസനെ ഞാൻ എയ്തു വീഴ്ത്തിയത് കണ്ടില്ലേ? അപ്പോൾ ശത്രു സംഹാരത്തിൽ ഇത്രയും ശക്തനായ എനിക്ക് ഈ കാട്ടിൽ ഏകനായി സഞ്ചരിക്കുവാൻ ഒട്ടും ഭയമില്ല. ഞാൻ ആരെ ഭയപ്പെടണം? അപ്പോൾ കിരാതൻ പറയുകയാണ്, അതിന് താനല്ലല്ലോ ഈ രാക്ഷസനെ കൊന്നത്, ഞാനല്ലേ. ഞാൻ തന്നെ എന്റെ വില്ലിൽ നിന്ന് എയ്തുവിട്ട ശരം ഏറ്റുവീണ് ഇവൻ യമപുരി പ്രാപിച്ചു. ഇവൻ ആദ്യമേ ലക്ഷ്യമായതും എനിക്കാണ്. എന്റെ മുമ്പിലാണ് ഇവൻ ആദ്യം വന്ന് എന്റെ നായാട്ടിന് അല്ലെങ്കിൽ എന്റെ ലക്ഷ്യത്തിന് വിഷയമായത്. ഞാനാണ് ആദ്യം ഉന്നം വെച്ച് അടുത്തത്. അവനെ കൊന്നുവിട്ടതും ഞാൻ തന്നെയാണ്. സ്വന്തം ദോഷങ്ങളെ അന്യനിൽ ചുമത്തി തനിക്ക് കയ്യൂക്ക് കൂടുമെന്ന് ഗർവിച്ച് പറയരുത്. മൂഢാത്മാവായ നിനക്ക് കുറച്ചൊന്നുമല്ല അഹങ്കാരം. നീ ഒരു അഹങ്കാരിയാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി നീ അത്ര വലിയ ശക്തനാണെങ്കിൽ തടുത്തുകൊള്ളുക. നിന്റെ ശരം എന്റെ നേരെ പ്രയോഗിക്കുക. നിന്നെ ഞാൻ കൊല്ലുന്നതാണ്. അങ്ങനെ ആ കിരാതന്റെ വാക്ക് കേട്ട് കോപിഷ്ഠനായ അർജുനൻ യുദ്ധത്തിനൊരുങ്ങി. അർജുനൻ കിരാതന്റെ നേരെ ശരം വിട്ടു. എന്നാൽ ആ കിരാതൻ ശരങ്ങളെ സസന്തോഷം ഏറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ശരവർഷമായി. ആ ബാണങ്ങളേറ്റ് കുറച്ചു നേരം മഹാദേവൻ സന്തോഷത്തോടെ ഇരുന്നു എന്നാണ്. കാരണം തന്റെ ഭക്തൻ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചു വന്ന ആ ഭക്തന്റെ അർജുനന്റെ മികവ് കണ്ടിട്ട് ഭഗവാന് വലിയ സന്തോഷമായി. അങ്ങനെ ശരവർഷമൊക്കെ നിഷ്ഫലമായി എന്ന് കണ്ടപ്പോൾ അർജുനനും അത്ഭുതമായി. ഇതെന്താണ് ഇങ്ങനെ? ഒരു സാധാരണ കിരാതന് ഇങ്ങനെ ഒരു ശക്തിയോ എന്ന് അർജുനനും വിസ്മയിച്ചു. ആ സമയത്ത് അർജുനൻ ഒരു സംശയം തോന്നുകയാണ്. ഇവൻ ശരിക്കും ഒരു കിരാതൻ തന്നെയാണോ അതോ സാക്ഷാൽ രുദ്രനോ? ഈ പർവ്വതത്തിൽ ദേവന്മാർ വാഴുന്നുണ്ടെന്ന് ഞാൻ മുമ്പേ തന്നെ കേട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ആകുമോ എന്നോട് എതിർക്കുന്ന ഈ കിരാതൻ? കാരണം ഞാൻ ആയിരക്കണക്കിന് എയ്തുവിടുന്ന ശരങ്ങൾ സഹിക്കുവാൻ സാക്ഷാൽ രുദ്രഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? എന്തായാലും രുദ്രൻ ഒഴികെ മറ്റാരായാലും എന്റെ തീക്ഷ്ണ ശരങ്ങൾ കൊണ്ട് ഞാൻ ഇവനെ കൊല്ലും. ഇങ്ങനെ വിചാരിച്ച് ആ അർജുനൻ മർമ്മം പിളർക്കുന്ന ബാണങ്ങൾ ഉടനെ തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭഗവാന് നേരെ എയ്തു വിടുകയാണ്. അതേസമയം ഒരസ്ത്രം പോലും ഭഗവാന്റെ മേൽ ഏൽക്കാതെ അതൊക്കെ നിഷ്ഫലമായത് കണ്ട് അർജുനന് ഭയമായി. മാത്രമല്ല, അമ്പൊടുങ്ങാത്ത ആവനാഴി എന്ന് പ്രസിദ്ധമായ ഗാണ്ഡീവം, അതിലെ ആവനാഴിയിൽ അമ്പ് ഒടുങ്ങിത്തുടങ്ങി. അത് കണ്ടപ്പോൾ അർജുനന് ഭയമായി. അങ്ങനെ തനിക്ക് ഗാണ്ഡവ വനത്തിൽ വെച്ച് ഈ ഒരു അമ്പൊടുങ്ങാത്ത ആവനാഴി തന്ന അഗ്നി ഭഗവാനെ അർജുനൻ സ്മരിച്ചു. എന്നിട്ട് അഗ്നിയെ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ഞാൻ ഇനി എന്ത് ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യേണ്ടത്? എന്റെ ശരങ്ങളൊക്കെ ഗ്രസിക്കുന്ന ഈ പുരുഷൻ ആരാണ്? എന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ട് അർജുനൻ ഭഗവാനെ വില്ലുകൊണ്ട് അടിക്കുകയും ഞാണുകൊണ്ട് വലിക്കുകയും വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് ആ കിരാതനെ ഇടിക്കുകയും ചെയ്തു. അർജുനൻ അടിക്കുവാൻ ഓങ്ങിയ വില്ല് കിരാതൻ പിടിച്ചു വലിച്ചെടുക്കുകയാൽ അവസാനം അർജുനന് വില്ലും ഇല്ലാതായി.
അപ്പോൾ അർജുനൻ വാളൂരി ഒറ്റ വെട്ടിന് കിരാതനെ കൊല്ലുവാൻ ഉദ്ദേശിച്ചു. പർവ്വതത്തിന് പോലും തടുക്കുവാൻ കഴിയാത്ത വാൾ കിരാതന്റെ ശിരസിൽ ആഞ്ഞു പ്രയോഗിച്ചു. വാൾ പെട്ടെന്ന് ശിരസിൽ കൊണ്ടയുടനെ ആ വാൾ പൊട്ടിത്തകർന്നു വീണു. പിന്നീട് വൃക്ഷങ്ങളും ശിലകളും പറിച്ചെടുത്ത് പൊരുതി. എന്നാൽ അവയൊന്നും തന്നെ കിരാതനിൽ ഏൽക്കായികയാൽ അർജുനൻ മുഷ്ടി കൊണ്ട് പൊരുതി. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും തനിക്ക് കിരാതനെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അർജുനൻ വല്ലാതെ സങ്കടപ്പെട്ടു. അതേസമയം മഹാദേവൻ അർജുനനെ പിടിച്ച് അമർത്തി ഞെക്കി വീർപ്പ് മുട്ടിക്കുകയാൽ അർജുനൻ ബോധം കെട്ടു വീണു. ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ അർജുനൻ ദേഹം മുഴുവൻ രക്തത്തിൽ മുഴുകിയ നിലയിൽ എഴുന്നേറ്റു. പിന്നീട് തനിക്കിനി ഒരു ശരണമില്ല എന്ന് കണ്ടപ്പോൾ ദുഃഖസന്തപ്തനായിട്ട് മഹാദേവനെ തന്നെ ധ്യാനിച്ചു. മണ്ണുകൊണ്ട് ഒരു വിഗ്രഹമുണ്ടാക്കി അതിന്മേൽ പുഷ്പാർച്ചന ചെയ്തു. അതേസമയം ആശ്ചര്യം എന്ന് പറയാം, വിഗ്രഹത്തിൽ അർച്ചിക്കുന്ന പുഷ്പങ്ങളെല്ലാം തന്റെ മുന്നിൽ നിൽക്കുന്ന കിരാതന്റെ ശിരസിൽ പ്രശോഭിക്കുന്നതായിട്ട് അർജുനൻ കണ്ടു. ഇത് കണ്ടപ്പോൾ തന്റെ എതിരാളിയായി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാദേവനാണെന്ന് അർജുനൻ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ക്ലേശം നീങ്ങി അതിയായ സന്തോഷത്തോടെ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മഹാദേവനും അർജുനനിൽ ഏറ്റവും സന്തുഷ്ടനായി. തപസ്സുകൊണ്ട് തളർന്നു വലഞ്ഞ് തന്റെ പാദത്തിൽ വീണ് കിടക്കുന്ന അർജുനനെ മേഘഗർജനം പോലെയുള്ള ഗംഭീരസ്വരത്തിൽ ഭഗവാൻ ആശ്വസിപ്പിച്ചു. എടോ അർജുന, നിന്റെ അതുല്യമായ കർമ്മത്താൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ശൗര്യത്തിലും സ്ഥൈര്യത്തിലും നിന്നോട് തുല്യനായി മറ്റൊരു ക്ഷത്രിയൻ ഇല്ല തന്നെ. ശക്തി കൊണ്ടും തേജസ്സുകൊണ്ടും നീ എനിക്ക് തുല്യനാണ്. മഹാബാഹുവായ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്നെ കാണുന്നതിനുള്ള ദിവ്യദൃഷ്ടി ഞാൻ തരുന്നതാണ്. നീ പുരാണ ഋഷിയായ നരനാണ്. യുദ്ധത്തിൽ സർവശത്രുക്കളെയും നീ ജയിക്കും. ദേവന്മാരെ പോലും നീ ജയിക്കും. ഞാൻ നിന്നിൽ ഏറ്റവും പ്രീതനായതിനാൽ ആർക്കും തടുക്കുവാൻ വയ്യാത്ത അസ്ത്രം ഞാൻ നിനക്ക് തരാം. എന്റെ ആ അസ്ത്രം ഉടനെ തന്നെ ഞാൻ നിനക്ക് തരുന്നതാണ്. അപ്പോൾ ഭഗവാൻ കൊടുത്ത ദിവ്യദൃഷ്ടി കൊണ്ട് ഭഗവാന്റെ സാക്ഷാത്തായ ആ രൂപം അർജുനൻ കാണുകയാണ്. അങ്ങനെ അർജുനൻ ആ സമയത്ത് ഒരു ഗംഭീരമായ മഹാദേവ സ്തുതി ഇവിടെ ചെയ്യുന്നുണ്ട്. അർജുനന്റെ സ്തുതിയിൽ പ്രസാദിച്ച മഹാദേവൻ ഈ ഗാണ്ഡീവത്തെ സംബന്ധിച്ച ഒരു രഹസ്യം അർജുനനോട് വെളിപ്പെടുത്തുകയാണ്. പണ്ട് പൂർവജന്മത്തിൽ നീ നാരായണ സഖാവായ നരനായിരുന്നു. അന്ന് അനേകായിരം സംവത്സരം ബദരിയാശ്രമത്തിൽ ഉഗ്രമായ തപസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്നിലും പുരുഷോത്തമനായ മഹാവിഷ്ണുവിലും പരമമായ തേജസ് കുടികൊള്ളുന്നു. പുരുഷാഗ്രിമന്മാരായ നിങ്ങൾ രണ്ടുപേരാണ് തേജസ്സുകൊണ്ട് ഈ ലോകത്തെ ധരിക്കുന്നത്. ഇന്ദ്രാഭിഷേക കാലത്ത് മേഘ നിർഘോഷത്തോടുകൂടിയ ധനുസ്സേന്തി ഭവാനും കൃഷ്ണനും കൂടി ദൈത്യന്മാരെ നിഗ്രഹിച്ചു. നിന്റെ കരത്തിന് ചേർന്ന ഈ ഗാണ്ഡീവം അന്നത്തെ വില്ലാണ്. അന്ന് ആ നാരായണ ഋഷിയോടുകൂടി എല്ലാ യുദ്ധത്തിലും നിന്നെ ജയിപ്പിച്ചത് ഈ ഗാണ്ഡീവം എന്ന വില്ലാണ്. സത്യത്തിൽ അഗ്നി ഭഗവാൻ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് അന്നത്തെ നര ഋഷിയുടെ ആ വില്ല് തന്നെയാണ്. ഹേ പാർത്ഥ, നിനക്ക് ചേർന്ന ഈ ആവനാഴി വീണ്ടും അമ്പൊടുങ്ങാത്തതാകും. നിനക്ക് എന്നോടുള്ള യുദ്ധത്തിനിടയിൽ ഉണ്ടായ ഈ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നതാണ്. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന വരം എന്നിൽ നിന്ന് വാങ്ങിക്കൊള്ളുക. നിന്നോട് തുല്യനായി മർത്യലോകത്തിൽ മറ്റൊരു ക്ഷത്രിയനും ഇല്ല. അപ്പോൾ അർജുനൻ പറഞ്ഞു, മഹാദേവ, എന്റെ കാക്ഷിതം പോലെ ചെയ്യുവാൻ തക്കവണ്ണം ഭവാന് എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ ദിവ്യവും ഘോരവുമായ പാശുപതാസ്ത്രം എനിക്ക് തന്നാലും. ദാരുണമായ യുഗാന്തകാലത്ത് ജഗത്തിനെ മുഴുവൻ സംഹരിക്കുന്ന രൗദ്രവും ഭീമപരാക്രമവുമായ ആ ബ്രഹ്മശിരസ്സാണ് ഈ അസ്ത്രം. അപ്പോൾ എനിക്ക് കർണനോടും ഭീഷ്മരോടും കൃപരോടും ദ്രോണരോടും ഉഗ്രമായി യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിൽ ഭവാന്റെ പ്രസാദത്താൽ അവരെ എനിക്ക് ജയിക്കണം.
യുദ്ധത്തിൽ ദൈത്യന്മാരെയും രാക്ഷസന്മാരെയും എല്ലാവരെയും ദഹിപ്പിക്കുവാൻ ഇതിനാൽ ഞാൻ ശക്തനായി ഭവിക്കണം. അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഞാൻ സമർത്ഥനാകണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡവ, എനിക്ക് പ്രിയമേറിയ ആ പാശുപതാസ്ത്രം ഞാനിതാ നിനക്ക് തരുന്നു. അത് ധരിക്കുവാനും പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനും നീ സമർത്ഥനാണ്. ദേവേന്ദ്രനോ യമനോ യക്ഷരാജനോ വരുണനോ വായുവിനോ പോലും ഇതറിഞ്ഞുകൂടാ. പിന്നെ മർത്യരുടെ കഥ പറയേണ്ടതുണ്ടോ? അതായത് സാധാരണക്കാരായ മനുഷ്യരിൽ ഒരാൾക്കും ഈ അസ്ത്രം ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. എന്നാൽ തീരെ സാധാരണക്കാരായ ആളുകളിൽ ഈ അസ്ത്രം പ്രയോഗിച്ചുകൂടാ. അശക്തനായവനിൽ ഇത് പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ നശിക്കും. എന്നാൽ ചരാചരാത്മകമായ പ്രപഞ്ചത്തിൽ 3 ലോകത്തിലും ഈ അസ്ത്രത്തിന് നശിപ്പിക്കുവാൻ വയ്യാത്തതായി ഒന്നുമില്ല. വാക്കോ നോട്ടമോ മനസ്സോ വില്ലോ കൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാവുന്നതാണ്. ഇത് കേട്ടപ്പോൾ അർജുനൻ ലോകാധിപതിയായ മഹാദേവന്റെ മുന്നിൽ ഏകാഗ്രചിത്തനായി നിന്ന് എനിക്ക് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ അന്തകതുല്യമായ പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലും അത് മടക്കുന്നതിലും ഉള്ള സർവരഹസ്യങ്ങളോടും കൂടി മഹാദേവൻ ആ പാണ്ഡുപുത്രനെ ഗ്രഹിപ്പിച്ചു. അങ്ങനെ മഹാദേവന് എന്നതുപോലെ ആ അസ്ത്രം പാർത്ഥനും അധീനമായി. പാശുപതാസ്ത്രം അർജുനൻ സ്വീകരിച്ചപ്പോൾ അവിടെ ശംഖദുന്ദുഭിനാദം മുഴങ്ങുകയും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഉജ്ജ്വലവും ഘോരവുമായ ആ അസ്ത്രം അർജുനന്റെ പാർശ്വത്തിൽ മൂർത്തിമത്തായി നിൽക്കുന്നത് ദേവദാനവന്മാർ കണ്ടു. രുദ്രൻ സ്പർശിച്ചതോടുകൂടി അർജുനന്റെ ശരീരത്തിലുള്ള എല്ലാ വേദനയും അഴുക്കും ഇല്ലാതായി. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, അർജുന, ഇനി നിനക്ക് സ്വർഗലോകത്തേക്ക് പോകാം. അങ്ങനെ മഹാദേവനിൽ നിന്ന് അനുവാദം കിട്ടിയ ഉടനെ മഹാദേവനെ കുമ്പിട്ട് തൊഴുത് ആകാശത്തേക്ക് നോക്കി. ആ സമയത്ത് കൈലാസനാഥനായ മഹേശ്വരൻ അർജുനനിൽ നിന്ന് പിടിച്ചെടുത്ത ഗാണ്ഡീവം എന്ന ആ മഹത്തായ ധനുസ് തിരിച്ചു നൽകി. അങ്ങനെ മഞ്ഞുമൂടിയ ആ ഗുഹകൾ നിറഞ്ഞ പർവ്വതം വിട്ട് അർജുനൻ നോക്കി നിൽക്കെ ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. മഹാഭാരതം